ഹലോ ഹായ്. വിസിറ്റർ വിസ റെഫ്യൂസൽസ് സ്കൈ റോക്കറ്റിംഗ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. അപ്പോൾ എൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം ഒരു എബവ് 60% റെഫ്യൂസൽസാണ് പ്രത്യേകിച്ച് ഇന്ത്യൻസിന്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പം 2-3 കേസ് നമുക്ക് റീ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ലക്കിലി നമ്മൾ വി ഫിൽ ദ ഗ്യാപ്സ് ആൻഡ് ഗോട്ട് 1 or 2 approvals within just a week's time. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് കനേഡിയൻ എമിഗ്രേഷൻ പൊതുവേ ടൈറ്റായിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാനായിട്ട് ഇപ്പോൾ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഈ പാരൻസിൻ്റെ സൂപ്പർവൈസർ പോലും റെഫ്യൂസ് ആകുന്ന ഒരു സിറ്റുവേഷനിൽ പലരും ചെയ്യുന്ന അബദ്ധങ്ങൾ, ഇന്ന് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ചില അബദ്ധങ്ങൾ, ഇന്നസെൻറ്റ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അതൊക്കെ കണ്ണുപൂട്ടി അപ്രൂവ് ആവുമായിരുന്നു. ബട്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ ഇട്ടാൽ പോലും റെഫ്യൂസ് ആകാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു 5 to 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതല്ലെങ്കിൽ ഇനി ലോയർ വഴിയായാലും കൺസൾട്ടൻ്റ് വഴി ആര് വഴിയായാലും ചെയ്യുന്നെങ്കിലും ഈ ഏരിയകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ വിസ റെഫ്യൂസൽ മാത്രമല്ല മിസ്റെപ്രസെൻറ്റേഷൻ, ബാൻ പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക, അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഒരു ഇമിഗ്രേഷൻ ഓഫീസർ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം ഈ വ്യക്തി കാനഡയിൽ പോകുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അത് അവിടെ തന്നെ ആ ഓഫീസർ അത് കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ സപ്പോർട്ടിങ് ഫാക്ടേഴ്സും എവിഡൻസസ് അവർ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഒന്ന്, റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്, കൂടെ അവർ നാട് കാണാനും അവരൊരു ഉദ്ദേശമായിരിക്കും. ബട്ട് അവരുടെ പ്രൈം പർപ്പസ് ഈസ് ഡെഫിനറ്റ്ലി ദ വിസിറ്റിംഗ് ദ റിലേറ്റീവ്സ്. പിന്നെ അത് കൂടാതെ ഒരുപാട് പേര് പിന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ ഈ പറഞ്ഞ പോലെ ചിലപ്പം കൂട്ടുകാരെയൊക്കെ കണ്ടെന്ന് വരും അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ബട്ട് അവരുടെ മെയിൻ പർപ്പസ് ഈസ് ടു സ്പെൻഡ് ദെയർ വെക്കേഷൻ ഇൻ കാനഡ വിത്ത് ദെയർ ഫാമിലി. മോസ്റ്റ്ലി ടൂറിസ്റ്റായിട്ട് വരുന്നവർ കൂടുതൽ വരുന്നത് ഫാമിലി ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കൂട്ടർ വരുന്നത് ചില എക്സാംസ് ഒക്കെ എഴുതാൻ വേണ്ടി. ഇപ്പോൾ ഡെൻറ്റിസ്റ്റുകളൊക്കെ വരുന്ന പലരും കാനഡയിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്ന ലൈസൻസ് പോലും അങ്ങനെ വന്നവരുടെ വിസിറ്റർ വിസ പോലും റെഫ്യൂസ് ആയ കേസിന് വൈ യു കാൻ റൈറ്റ് എക്സാം ഇൻ സം അതർ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ 1-2 കേസ് അങ്ങനെ റീസെൻ്റ്ലി വന്നത് അപ്രൂവ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടർ വരുന്നത് എന്താണ്, ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർ കാനഡയിലോട്ട് എക്സ്പ്ലോറേഷൻ ടൂർ ചെയ്യും. അതായത് അവിടെ ചെന്നിട്ട് ഒരു കാര്യം പഠിക്കാതെ അവരുടെ ബിസിനസ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യമോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബിസിനസ് വാങ്ങുന്ന കാര്യമോ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനിവിടെ കൊണ്ട് സെറ്റിലാക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും അവർ ആലോചിക്കുന്നത്. ഒരു ബിസിനസ്സിനായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഈ പർപ്പസ് ഓഫ് വിസിറ്റ് ചെക്ക് ചെയ്ത ഓഫീസർ നോക്കുന്നതാണ് അദ്ദേഹം എന്ത് ബിസിനസ് നാട്ടിൽ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ ഏത് എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാനാണ് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിംഗ്സിനാണ് വരുന്നെങ്കിൽ ആ ബിസിനസ് പാർട്ട്നേഴ്സ് ഇവിടെ മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ നിന്നുള്ള ഇൻവിറ്റേഷൻ ലെറ്ററോ ഇമെയിൽ കൺഫർമേഷൻസ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ആ പർപ്പസ് ഓഫ് വിസിറ്റിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കാൻ നോക്കുക. റിലേറ്റീവ്സും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വരുന്ന ഉദ്ദേശമാണെങ്കിൽ ആ രീതിയിലുള്ള ലെറ്ററോ കാര്യങ്ങളോ കൊടുക്കാൻ നോക്കാം. ടൂറിസ്റ്റായിട്ട് മാത്രം വരികയാണ് നിങ്ങളുടെ അക്കോമഡേഷനും മറ്റും പ്രൂഫിനൊക്കെ പുറമെ അതൊക്കെ ഒരു ഐറ്റിനറി സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയാൽ അതിന് ആഗ്രഹം ഉണ്ടാകും. ചിലപ്പം ആൽബർട്ടിൽ പോയി ബാൻഫ് കാണുന്നതായിരിക്കും. ഇവിടെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടാണ്. അപ്പം പല ഏരിയകളും കാണാൻ പ്ലാൻ ഉണ്ടാവും. അതൊരു വളരെ കൺവിൻസിങ് രീതിയിൽ ലോജിക്കലായിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രൂഫാക്കിയിട്ട് കൊടുക്കുക. സെക്കൻഡ് വൺ ഈസ് ദ പ്രൂഫ് ഓഫ് ഫൈനാൻസ്. പ്രൂഫ് ഓഫ് ഫൈനാൻസ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാനഡ does not want any Dick and Harry to come here and become a burden for Canada. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൂഫ് ഓഫ് ഫൈനാൻസ് പറയുമ്പോഴത്തേക്ക് ആ ഡോക്യുമെൻറ്റ്സ് തന്നെ വേണം. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വലിയ ആളാണ് എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു പിന്നെ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഇവാലുവേഷൻ റിപ്പോർട്ട്, ഓണർഷിപ്പ് റെക്കോർഡ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു പിന്നെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ 5-6 മാസത്തെ നിങ്ങളുടെ ഇൻകം ആൻഡ് അത് ക്യാഷ് ഫ്ലോ അത് കാണിക്കാൻ. ഇനിയെല്ലാം ഇത് കാനഡയിലുള്ള ഏതെങ്കിലും റിലേറ്റീവിൻ്റെ കൂടെ താമസവും ഭക്ഷണമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നെങ്കിൽ അവരുടെ നിന്നുള്ള ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ ലെറ്ററും ഇമെയിൽസും സപ്പോർട്ടിങ് ലെറ്ററൊക്കെ അതും കൊണ്ടുവരിക. ആ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ആളുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി കാണിക്കണം. ഇവിടെയും ബാങ്ക്രപ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇൻവിറ്റേഷൻ ചെയ്യുന്ന ആളുടെ ജോബും ബാങ്ക് ബാലൻസും സ്റ്റേറ്റ്മെൻറ്റും മറ്റേ നോട്ടീസ് ഓഫ് അസസ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതാണ് വളരെ നല്ലത്. അതൊക്കെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രൊവൈഡിങ് എവറിത്തിങ്.
പിന്നെ അതുപോലെ തന്നെ ടൈസ് ടു ഹോം കൺട്രി വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് വൺ, ഈ തേർഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വരുന്നെങ്കിൽ അയാളുടെ വൈഫും മക്കളും നാട്ടിലുണ്ടെങ്കിൽ അത് ടൈസ് ടു ഹോം കൺട്രിയാണ്. മിക്കവാറും ബിസിനസ് സക്സസ് ആകാൻ ചാൻസ് കൂടുതൽ. അതേ സമയത്ത് ഹോൾ ഫാമിലി വരുമ്പോഴത്തേക്ക് ടൈസ് ടു ഹോം കൺട്രി മറ്റുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് അവിടെ ജോബ് ഉണ്ടെങ്കിൽ ലീവിന് പോകുന്നതെന്നുള്ള അതിൻ്റെ ലെറ്റർ, എംപ്ലോയറിൽ നിന്നുള്ള ലെറ്റർ, പിന്നെ ആ സാലറി പ്രോപ്പറായിട്ട് വരുന്നതിൻ്റെ റെക്കോർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ മറ്റുള്ള അറ്റാച്ച് നിങ്ങൾ അസറ്റ്സോ കാര്യങ്ങളോ സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ എന്തൊക്കെ അതുണ്ട് അത് കൊടുക്കുക. അതുപോലെ മറ്റുള്ള റിലേഷൻസ്, നിങ്ങൾ പാരൻസ് അവിടെ ഉണ്ടെങ്കിൽ അത്, സിബ്ലിങ്സ് അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രൂഫുകളും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഡിസപ്പിയർ ആവുന്ന ആളല്ല, നമ്മളിവിടെ വന്നാൽ എന്തായാലും തിരിച്ചു പോകുന്നുള്ള കാര്യമാണ് നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ പിന്നെ നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻറ്റ്, ട്രാവൽ ഹിസ്റ്ററി. പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണിത്. നിങ്ങൾ വിചാരിക്കും നമ്മൾ ദുബായിലും സൗദിയിലൊക്കെ പോയത് ട്രാവൽ ഹിസ്റ്ററി, അതൊന്നും ഇവിടെ ട്രാവൽ ഹിസ്റ്ററി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇവർ അവിടെയൊക്കെ ചെന്നിട്ട് ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്, എത്ര വളരെ ലോ ക്ലാസ് ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്, ലോ ഗ്രേഡിലുള്ളവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു ട്രാവൽ ഹിസ്റ്ററി ആയിട്ട് കൊടുത്തില്ല. ട്രാവൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ടൂറിസ്റ്റായിട്ടോ മറ്റോ നിങ്ങൾ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ മറ്റേ സൗത്ത് ആഫ്രിക്കയിലോ US പോയതിനാണ് കൂടുതൽ വെയിറ്റേജ്. എന്ന് വിചാരിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ പോയിട്ടില്ല, ജാപ്പാൻ, കൊറിയ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയതിനും വെയിറ്റേജ് ഉണ്ട്. ബട്ട് അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിനും ഈ പിന്നെ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഫോംസ് ഉണ്ടല്ലോ ഫില്ല് ചെയ്യുന്നത് വിസ ആപ്ലിക്കേഷനിൽ. അത് ചില ഫോമിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കൺഫ്യൂസിങ് ആണ്. അത് നമ്മൾക്ക് സാധാരണക്കാർക്ക് തീരെ മനസ്സിലാകത്തില്ല. ഇമിഗ്രേഷൻ പ്രൊഫഷണൽസിന് ചിലപ്പം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും വിസ റിഫ്യൂസൽസ് ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാനഡ വിസ മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോ, ഈവൻ US വിസ, UK വിസ, ഓസ്ട്രേലിയൻ വിസ റിഫ്യൂസലായിട്ടുണ്ടെങ്കിൽ പോലും അതവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് മുന്നേ ഓവർ സ്റ്റേ ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യണം. ചിലരൊക്കെ വിചാരിക്കുന്നത് നമുക്കും കനേഡിയൻ ഗവൺമെൻറ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ ഒരു ക്ലയൻറ്റ് പിന്നെ UK ഓവർ സ്റ്റേ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിസ റിഫ്യൂസായി. പുള്ളി നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ഇനി ആറാമത്തെ കാര്യം പറയുമ്പോഴത്തേക്ക് സബ്മിഷൻ ലെറ്ററാണ്. നമ്മുടെ ഈ പിന്നെ സബ്മിഷൻ ലെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ, അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഓഫീസേഴ്സ് ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്, കറക്റ്റ്. അവർ ചിലപ്പോൾ എല്ലാ ഡോക്യുമെൻ്റ് ഒരു 10-60 പേജിന് ഇതൊന്നും ഓരോ ലൈൻ ബൈ ലൈൻ ഒന്നും ചെക്ക് ചെയ്യണമെന്നില്ല. അതേ അവരെ സംബന്ധിച്ചിട്ട് സബ്മിഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ ആ ലെറ്ററാണ് അവർ കൂടുതൽ ക്ലിയർ ആയിട്ട് വായിക്കുന്നത്. അതിലിപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും വിസ റിഫ്യൂസൽസ് ഉണ്ടായ എവിടെയെങ്കിലും നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്യുന്നെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് കൺവിൻസിങ് പോയിൻറ്റ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫീസേഴ്സ് വിൽ ബി പ്രോബബ്ലി ഓക്കെ വിത്ത് ഇറ്റ്. ഐ മീൻ അവർക്ക് സ്റ്റിൽ ഇത് ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നതിന് അതൊരു മുടക്കമായി കാണണമെന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, കറക്റ്റ്. അപ്പം നമ്മൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അത് കൊടുക്കാൻ നോക്കുക. പിന്നെ ഒരു വലിയൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പാരൻസിന് വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പാരൻസിന് വിസിറ്റർ വിസയിൽ അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കാനഡ ഒരു സൂപ്പർ വിസ സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് ഈ പാരൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം പാരൻസ് ചിലവർ വന്നു കഴിഞ്ഞാൽ, ചില മദേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കൊല്ലമൊക്കെ നിൽക്കണമെന്നുണ്ടാവും. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് 6 മാസം നിന്ന് പിന്നെ 6 മാസത്തേക്ക് എക്സ്റ്റെൻഡൊക്കെ ചെയ്യുന്നതിന് പകരം ദ ഗവൺമെൻറ് പ്രിഫേഴ്സ് ദാറ്റ് യു അപ്ലൈ ഫോർ സൂപ്പർ വിസ. സൂപ്പർ വിസ എന്ന് പറയുമ്പോഴത്തേക്ക് കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് പിന്നെ അവർ കനേഡിയൻ ഗവൺമെൻറ് ഒരു ബേർഡൻ ആവുന്നില്ല. കാരണം ഒരുപാട് പേര് മുന്നേയൊക്കെ ഈ വിസിറ്റർ വിസയിലൊക്കെ പാരൻസിനെ കൊണ്ടുവന്നിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവർ ഡിസപ്പിയർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബാഡ് ഇൻസിഡൻറ്റ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ നിന്ന് സംഭവിച്ചുകൊണ്ട് കൂടിയാണ് ഈ സൂപ്പർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സൂപ്പർ വിസയിലാകുമ്പോൾ നിങ്ങൾക്ക് പാരൻസിട്ട് വന്നു കഴിഞ്ഞാൽ 5 കൊല്ലം വരെയൊക്കെ ഈസി ആയിട്ട് ഇവിടെ നിൽക്കാം, ഇവിടെ നിന്ന് വിടാതെ നിൽക്കാം. കൂടാതെ നിങ്ങൾക്ക് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ്, ഇൻഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ 6 ഏരിയകളും 6 ഏരിയകളും കവർ ചെയ്യുക. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇപ്പോൾ ട്രാവൽ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക്, ട്രാവൽ ഹിസ്റ്ററി നിങ്ങൾ ഈ വിസിറ്റർ വിസ അപ്ലൈ ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് എവിടെയെങ്കിലും പോയിട്ടൊന്നും വരുന്നതല്ല. നിങ്ങൾ അതിനൊക്കെ ഒരു 5-6 മാസം മുന്നേ തന്നെ പല രാജ്യങ്ങളൊക്കെ കറങ്ങി ഒരു ട്രാവൽ ഹിസ്റ്ററിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചിലവരെന്ത് ചെയ്യും, മലേഷ്യൻ, സിംഗപ്പൂരൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് പോയിട്ട് കനഡൻ്റെ വിസിറ്റർ വിസ അപ്ലൈ ചെയ്യും. ഓഫീസേഴ്സ് ഫൂഡ്സ് ഒന്നുമല്ല, അവർക്ക് നന്നായിട്ട് അറിയാം ഇതുവരെ ജസ്റ്റ് ട്രാവൽ ഹിസ്റ്ററി നമ്മളൊന്ന് ഐവാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാവൽ ഹിസ്റ്ററി ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും വളരെ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ്, ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. എന്നിട്ട് പ്രൂഫ് ഓഫ് ഫണ്ട് കാര്യങ്ങൾ ഇതൊക്കെ വളരെ സ്ട്രോങ് ആക്കിയിട്ട് തന്നെ കാണിക്കുക. കൂടുതൽ കാണിക്കുന്നതിന് അത്രയും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ സ്ട്രോങ് ആവും, ആപ്ലിക്കേഷൻ്റെ അപ്രൂവൽ ചാൻസസ് കൂടും. ആർക്കെങ്കിലും അങ്ങനെ വിസ റിഫ്യൂസായി നിങ്ങൾക്ക് കാര്യങ്ങൾ കൺവിൻസ്ഡ് അല്ല, ഇപ്പോൾ ഓഫീസേഴ്സ് പലപ്പോഴും റിഫ്യൂസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞാണ് ഐ എം നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് യു വിൽ ലീവ് കാനഡ ഇൻ ടൈം, അല്ലെങ്കിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് യു ഹാവ് ഇനഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്,
എന്നൊക്കെ ഐ എം നോട്ട് ഈവൻ കൺവിൻസ് ദാറ്റ് യുവർ പർപ്പസ് ഓഫ് വിസിറ്റ് ഈസ് ജെന്യൂൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ എന്നിട്ട് ഒരു ഓഫീസാണെന്ന് കണ്ടാൽ പ്ലീസ് കോൺടാക്ട് us, വി മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു വിത്ത് റീ ആപ്ലിക്കേഷൻ ഓർ റീകൺസിഡറേഷൻ ആപ്ലിക്കേഷൻ. അപ്പോൾ അത്രയൊക്കെ തന്നെ എനിക്ക് ഈ വീഡിയോയിൽ കാര്യം പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു, ബൈ.